ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ എൻ്റെ 2 മാസമായി പൂവിട്ട് നിൽക്കുന്ന ഓർക്കിഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കൊടുത്ത വളവും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2 മാസത്തിലേറെയായി. മുട്ടൊക്കെ കുറച്ചൊക്കെ ഡാമേജ് വന്ന് ടാണത് വിരിഞ്ഞ് കിട്ടിയത് ഉണ്ടോ, ഈ തറ്റം ഇവിടെയൊക്കെ ഇതൊരു അട്ട വന്ന് തിന്നതാണ്. അതിന് ശേഷം അതിനെ പിടിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് പൂ കിട്ടി. ഇതിൽ തന്നെ ഇത്രയും പൂക്കളുണ്ടായിട്ട് ഇപ്പോൾ 2 മാസത്തിലേറെയായി. ഈ പൂവ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിന് മുൻപുണ്ടായ ഒരു ഓർക്കിഡിലെ പൂവെല്ലാം കൊഴിഞ്ഞ് തീർന്നു. അപ്പോൾ ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്ന ഓർക്കിഡ് ഇതേ ഉള്ളൂ കാണിക്കാൻ. അപ്പം ഇത് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ 2 മാസം, ഒരു 70 ദിവസത്തോളമായി ഈ പൂവ് ഉണ്ടായി നിൽക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. അപ്പം നമ്മൾ ആ നട്ടയെ പിടിച്ചതുകൊണ്ട് ഈ പൂമൊട്ടിൽ പകുതി തിന്നു പോയെങ്കിലും കണ്ടോ, ഇത്രയും കട്ടായി പോയതാണ്. ബാക്കിയുള്ള പൂവ് വിരിഞ്ഞുള്ളൂ. പക്ഷേ ആദ്യത്തെ ആ ഒരു ബഞ്ചിൽ അതേ ഫുള്ള് പൂ നിൽക്കുന്നുണ്ട്. അട്ട വേരും പൂക്കളൊക്കെ തിന്നും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അട്ടയെ പിടിച്ച് ഒരു ഉപ്പിലായിന് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അതിലോട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം 8 എണ്ണത്തിന് വരെ കിട്ടിയ ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള ചെടികൾ ആരോഗ്യത്തോടെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഫെലനോസിസ് ഓർക്കിഡാണ്. ഫെലനോസിസിലും ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടായി. 2 കമ്പ് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓർക്കിഡ് വെറൈറ്റിയിൽ വലിയ ഫ്ലവർ ഉണ്ടാവുന്ന കാറ്റ്ലിയ ഓർക്കിഡാണ് ഈ നിൽക്കുന്നത്. കാറ്റ്ലിയയിലും ഇതിലെല്ലാത്തിലും, അതായത് ഇത് വാൻഡ ഓർക്കിഡാണ്. വാൻഡയിൽ ഫ്ലവർ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് വന്ന 2 കമ്പുകൾ നമ്മൾ മുറിച്ച് നട്ടു. അതിനുശേഷം ഇളപ്പുണ്ടായതാണ് കാണുന്നത് ഇതിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട്, അതുപോലെ തന്നെ ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ വീണ്ടും പുതിയൊരു നാമ്പ് വരികയാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിതിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് മിറക്കിൾ 20 എന്ന് പറയുന്ന ഒരു പൗഡറാണ്. ഇതിനകത്ത് നമ്മൾ ഒരു 2 ml ലിക്വിഡാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യും. അല്ലെങ്കിൽ അതിൽ പൗഡറാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ പൗഡർ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ കലക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിന്ന് ഞാൻ ആ ഒരു മിറക്കിൾ 20യുടെ പൗഡർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇതാണ് മിറക്കിൾ 20 കലക്കി വെച്ചിരിക്കുന്ന ലായനി. അതായത് 2 ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് ഈ പൗഡർ 2 സ്പൂൺ ഇട്ട് കലക്കി കഴിയുമ്പം നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള വളം റെഡിയായി കഴിഞ്ഞു. ഓർക്കിഡിലും ഫ്ലവറിങ് പ്ലാന്റിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഞാനിത് കൂടുതലും ഓർക്കിഡിനാണ് കൊടുക്കുക. മറ്റ് ഫ്ലവറുകൾക്കൊക്കെ, ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഞാൻ NPK ആണ് കൂടുതലും കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ എപ്സം സോൾട്ട് കലക്കി കൊടുക്കും. അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇനി ഇതുപോലെയുള്ള ഒരു കണ്ടു, ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ മിറക്കിൾ 20 ഞാൻ ഇതിനധികം കൊടുക്കാറില്ല. എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡുകളാണ്. ഫ്ലവറൊക്കെ തീർന്നു തുടങ്ങി. നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഫ്ലവറിങ് ഒക്കെ തീരുന്നൊരു സമയമാണ്. പക്ഷേ മഴയൊക്കെ നിന്നപ്പോൾ നമുക്ക് വേറൊരു സംഗതി നിറയെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ബൊഗെയിൻവില്ല നിറയെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി മഴ തന്നപ്പോൾ. അപ്പോൾ അതിനും ഞാൻ ഈ മിറക്കിൾ 20 കൊടുത്തു. ഒരു 15 ദിവസം മുൻപ് ഞാനിതിനകത്ത് NPK വളരെ കുറച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് ഇതിന് മിറക്കിൾ 20 സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ആ 15 ദിവസത്തെ വളപ്രയോഗത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടു. അപ്പം ഈ യെല്ലോ, ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത കണ്ട, ഇത് വളരെ അടുക്കായിട്ടുണ്ടാവുന്ന ഫ്ലവറാണ്. കണ്ടു, ഇത് വേറൊരു യെല്ലോ. ഇത് സാധാരണ പോലെ സിംഗിൾ പെറ്റലായിട്ട് ഇങ്ങനെ വരുന്നതാണ്. മറ്റേത് അടുക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്നാലും ഈ യെല്ലോ ഫ്ലവർ എനിക്കിപ്പം കിട്ടിയിട്ട് ഒരു 6 മാസം ആയുള്ളൂ ഫ്ലവർ ചെയ്യുന്ന ഈ പ്ലാന്റ്.
അപ്പോൾ അത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നു. കൂടാതെ നമ്മുടെ ഇത് ഞാൻ നേരത്തെ ഫ്ലവർ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല 2 ഷെയ്ഡിൽ വരുന്നതാണ്. വൈറ്റും പിങ്കും കൂടെ മിക്സായിട്ട് വരുന്ന നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള ഫ്ലവർ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതാ നല്ല ഡാർക്ക് കളറിൽ ഉള്ള ഫ്ലവർ മുട്ടിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഉടനെ തന്നെ ഫ്ലവർ ചെയ്യും. ഇത് വന്നിട്ട് ഒരു നമ്മുടെ ഒരു കണ്ടില്ലേ, വാരിഗേറ്റഡ് ടൈപ്പ് ലീഫാണ്. അതിനകത്ത് ഓറഞ്ച് ഫ്ലവറാണ് വരുന്നത്. അതിൻ്റെ ഫ്ലവറാണിത്. അത് വരുന്നേ ഉള്ളൂ. ഇനി വാരിഗേറ്റഡ് അല്ലാത്ത ഓറഞ്ച് ഉണ്ട്, അതിൻ്റെ ഫ്ലവറാണ് ഈ വരുന്നത്. ഇത് ഗ്രീൻ കളറിൽ വരുന്ന, അതായത് വാരിഗേറ്റഡ് അല്ലാത്ത സാധാ ചെടിയിൽ വരുന്ന ഓറഞ്ച് കളറാണ്. ഇനി വാരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ചെടിയുണ്ട്, ഇത്. അതിൽ പിങ്കും വൈറ്റുമാണ് ഫ്ലവർ വരിക. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ പിങ്കാണ് വന്നിട്ടുള്ളൂ. മിക്കവാറും ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറച്ച് വൈറ്റ് ഫ്ലവറും കൂടെ വിരിയും. ഇത് മുൻപുണ്ടായപ്പോൾ ഞാനിതിൻ്റെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് മാത്രം നിൽക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത് ഇതാണ്. അതുണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഫ്ലവർ. അതിന് ഉണ്ടായി വരണം. വളരെ കുറച്ചേ ഉള്ളൂ വൈറ്റ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വൈറ്റ് തന്നെയാണ്. അതേസമയം ഈ വാരിഗേറ്റഡിൽ വൈറ്റും പിങ്കും കൂടെയുള്ള കളറിൽ നമുക്ക് ഫ്ലവർ കിട്ടും. അതാ ഒരു വൈറ്റ് ഇത് അതിൽ വന്നു കണ്ടോ. ഇങ്ങനെ 2 ഷെയ്ഡിൽ വരും. എൻ്റെ കയ്യിലൊക്കെ അഴുക്കാണ്, ചെടിയുടെ പണിയുണ്ടായിരുന്നെന്ന്. അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കയ്യിലൊക്കെ അഴുക്കാണ്. എന്നാലും ഇത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിപ്പോൾ അത് ശ്രദ്ധിച്ചത്. ഇതാ വൈറ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനെ 2 ഷെയ്ഡിൽ ഫ്ലവർ വരികയാണ് ഈ വാരിഗേറ്റഡ് ടൈപ്പിന്. പിന്നെ ഇതാ നല്ലൊരു ഷെയ്ഡ് കണ്ടു. അപ്പോൾ നമ്മുടെ സന്തോഷമാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വന്നിട്ട് അതേ കളറാണെങ്കിലും ഇത് കുറച്ച് ഈ ഷെയ്ഡും കൂടെ ചേർന്നാണ് വരുന്നത്. അതായത് മജന്തയും ഉണ്ട്, റെഡും ഉണ്ട്. ഇതാണെങ്കിൽ ഒരു എന്താ പറയുക, നല്ല ഡാർക്ക് റെഡായിട്ട് വരും വിരിഞ്ഞ് വരുമ്പോൾ. ഇതാണെങ്കിൽ 2 ഷെയ്ഡും കൂടെ വരും, പിങ്കും റെഡും കൂടെ ചേർന്ന് വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ മഴ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബൊഗെയിൻ വില്ലയിൽ ഇതുപോലെ ഫ്ലവർ കിട്ടുകയാണ്. ഫ്ലവർ കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിറക്കിൾ 20 കൊടുക്കും. 15 20 ദിവസം ഇടവിട്ട് നമ്മൾ വളപ്രയോഗം നടത്താമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും. അപ്പോൾ എനിക്ക് ഇതേപോലെയുള്ള പിങ്കിൻ്റെ ഇതുണ്ട്, പക്ഷേ അതിലും ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതാണ് ആ ചെടി.